പിന്നെ ചിലവരൊന്നും ചോദിക്കുന്നത് നിനക്ക് വട്ടാണോ നീ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതിലൊക്കെ. ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. ആ തുടക്കം തന്നെ പറയാം, എനിക്കൊരു ചെറിയ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞൊരു ദിവസം ഞാനൊരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇട്ടപ്പം എനിക്ക് ഭയങ്കര വിഷമത്തോടെയാണ് ഇട്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉണ്ടെന്ന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണമെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറച്ച് പേരുടെ അടുത്ത് നേരിട്ട് ഇങ്ങനെ വീഡിയോസ് കൊള്ളൂല അല്ലെങ്കിൽ കണ്ടന്റ് നിനക്ക് ഇല്ലാത്തതുകൊണ്ടാണോ നീ വെറുതെ എന്താ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും പോരാഞ്ഞിട്ട് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, നീ വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ, നീ ഇങ്ങനെ മുട്ടായി വാങ്ങിച്ച് വീഡിയോ ഇട്ടുകൊണ്ട് നടക്കുന്നേ കാലം നിനക്ക് വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞവരൊന്നും എൻ്റെ വീഡിയോയിൽ ഒന്നോ രണ്ടോ കമൻറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ ഇട്ട് കാണില്ലായിരിക്കും. ഒരു കമൻറ്റ് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ വന്ന് ഇങ്ങനെ കുറ്റം പറയുകയാണ്, നിനക്ക് നീ എന്തിനാ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് നടക്കണം, നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ ഞാൻ 2-3 ദിവസം ഡെസ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ 3-4 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നെയിം മീറ്റിംഗ് ഒന്ന് നിർത്ത് കണ്ട് മടുത്തു എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കണ്ടന്റിന് വേണ്ടി നെയിം മീറ്റിംഗ് ചെയ്തിട്ട് അപ്പം അതിൽ തന്നെ ഒരുപാട് പേര് വന്ന് പേര് കമൻറ്റ് ചെയ്യുമല്ലേ, അതിന് നമ്മൾ ആരും ചെയ്യാതെ അടുത്ത ദിവസം വേറൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് എന്താ അർത്ഥമുള്ളതല്ലേ. അപ്പം ആ അയക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് എന്താ വിഷമാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ താളത്തിലൊത്ത് തുള്ളാന്ന് വെച്ചാൽ അങ്ങനെയല്ല, എപ്പോഴും വ്യൂസ് ആണ് അല്ലെങ്കിൽ കാണുന്നവരാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പം അവരൊരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ പേര് ഇടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോസ് ഒന്നും ഇടാതിരിക്കില്ല, ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നെയിം മീറ്റിംഗ് ഞാനങ്ങനെ നിർത്താതെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ തന്നെ അതാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കമൻസ് ഒക്കെ വന്ന് ഭയങ്കര വിഷമമായിട്ട് ഞാൻ 2 ദിവസം തന്നെ ഇനി വീഡിയോ ഇടണോ വേണ്ടിയോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ട് ഈ ഒരു കുഞ്ഞു കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഡെസ്പായി. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇന്നലത്തെ കമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണാൻ ഇങ്ങനെ ഇഷ്ടമുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പം നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് തോന്നിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലവരൊന്നും ചോദിക്കുന്നത് നിനക്ക് വട്ടാണോ നീ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതിലൊക്കെ എന്നൊക്കെ തൊട്ട് ചോദിക്കുക, അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുന്നെങ്കിൽ പോലും അതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ. അതിപ്പം കാശാണെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇപ്പം ഞാൻ മേടിക്കുന്ന മുട്ടായി ആണെങ്കിൽ പോലും മുട്ടായിക്കും വിലയുണ്ട്. അപ്പോൾ 10 രൂപ ആണെങ്കിൽ 10 രൂപയുണ്ട്, അല്ലെങ്കിൽ 5 രൂപയാണെങ്കിൽ 5 രൂപ, അതിന് വിലയുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന സമയം, ഈ വീഡിയോ എടുക്കാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും. പിന്നെ എഡിറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്, ഇതെല്ലാം എന്താണ് നമുക്ക് ഒരേപോലെ എഫേർട്ട് ഉള്ളതാണ്. എനിക്ക് ഇടയ്ക്ക് 2 ദിവസം വയ്യാതായപ്പോഴാണ് കേട്ടോ ഞാനത് മനസ്സിലാക്കിയത്. അതേ എനിക്ക് വോയിസ് എടുക്കാൻ പറ്റുന്നില്ല. വോയിസ് എടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേനും ഞാൻ ഒരുപാട് ഭയങ്കരമായിട്ട് കിതച്ചുകൊണ്ടാണ് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ എല്ലാം നമുക്ക് വിലയുള്ളത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ വന്ന് കുറ്റം, അതും റോഡിലൊക്കെ വെച്ച് എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞിട്ടപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ പറഞ്ഞവരൊന്നും എൻ്റെ വീഡിയോയ്ക്ക് ഇതുവരെയ്ക്കും ഒരു കമൻറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളൂല. ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് കൊള്ളൂല അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, നീ എന്തെങ്കിലും അങ്ങനെ ചെയ്യണം, നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിട്ടുണ്ട്. നീ നമ്മുടെ ചാനലിൽ ഞാൻ നെയിം മീറ്റിംഗ് സ്ഥിരമായിട്ട് ഇടും കേട്ടോ. സ്ഥിരമായിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എല്ലാ വീഡിയോസ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നെയിം മീറ്റിംഗും കൂടെ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, എന്നെ വിശ്വസിച്ചിട്ടാണ് ഒരുപാട് പേര് അയക്കുന്നത് കേട്ടോ. റിപ്പീറ്റ് പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ഒരു പേരിൻ്റെ റിപ്പീറ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവർ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താ നമ്മുടെ വീഡിയോസ് അവരുടെ പേര് വരാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത് ചെയ്യുന്നതാണ്, അല്ല മറ്റു വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഷോർട്സ് എല്ലാവരും കാണണം കേട്ടോ, ഞാൻ എടുത്ത വീഡിയോസ് എല്ലാവരും കാണണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ ആരെക്കൊണ്ട് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് എങ്ങനെ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള നാളെ കാണുന്ന ടാറ്റാ.